നമ്മുടെ കേരളത്തിൽ കൈക്കൂലിയോട് നമ്മൾ വലിയ എതിരൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. കൈക്കൂലി കൊടുത്താൽ കാര്യം നടക്കും. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അടച്ചാക്ഷേപിക്കുകയല്ല. അല്ലാത്തവര് 50% എന്ന് പറയുന്നില്ല, എന്നാലും ഒരു 35% കൈക്കൂലി ഇല്ലാതെ കാര്യം നടത്തുന്ന ഉദ്യോഗസ്ഥരുണ്ട്. എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുണ്ട് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച്. എന്നാൽ നമുക്ക് വീണ്ടും ഒന്ന് ഉത്തർപ്രദേശിലോട്ട് പോകാം. എന്ത് ഫാസിസമാണ് അവിടെ നടക്കുന്നത്, എന്ത് ഗുണ്ടായിസമാണ്. യോഗി ആദിത്യനാഥിന്റെ ഗുണ്ടായിസം, യോഗി ആദിത്യനാഥിന്റെ ഫാസിസം, ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ഫെബ്രുവരിയിൽ 68,000 പേർക്ക് ശമ്പളം നിഷേധിച്ചിരിക്കുകയാണ്. അവരുടെ ശമ്പളം തടഞ്ഞു വച്ചിരിക്കുകയാണ്. കാര്യം എന്താണെന്നോ? സ്വത്ത് വിവരം, സ്ഥാവര ജംഗമ വസ്തുക്കളുടെ സ്വത്ത് വിവരം അപ്ലോഡ് ചെയ്തില്ല മാനവ സമ്പദാ പോർട്ടലിൽ. അതെന്തിനാണ് മാനവ സമ്പദാ പോർട്ടലിൽ ഉദ്യോഗസ്ഥരുടെ സ്വത്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്? അത് സാധാരണ ജനങ്ങൾ കാണുന്നതല്ലേ? ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ സാധാരണ ജനം അറിയേണ്ട ആവശ്യം എന്താണ്? ഇത് യോഗിയുടെ ഫാസിസം അല്ലേ? ഇത് വൃത്തികേടല്ലേ? ഇങ്ങറ്റം ക്ലാസ് 4 ജീവനക്കാരൻ മുതൽ അങ്ങറ്റം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ വരെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും വരുമാന കണക്കും മാനവ സമ്പദാ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് യോഗി ഉത്തരവിറക്കിയത് ഡിസംബറിലാണ്. ഇത്രയും ദിവസമായിട്ടും ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അതിന് തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഉത്തരവ് ഞങ്ങളൊന്ന് ഒന്നിച്ചു നിന്ന് കാണിച്ചു കൊടുക്കാം. കേരളത്തിലൊക്കെ അങ്ങനെയാണല്ലോ, ഉദ്യോഗസ്ഥർ ഒന്നിച്ചു നിന്ന് സർക്കാരിന്, ഏത് സർക്കാരിനെ ആയാലും എതിർത്ത് കഴിഞ്ഞാൽ സർക്കാരിന്റെ കാര്യങ്ങൾ ഒന്നും നടക്കില്ല, സർക്കാരിന് തല കുനിക്കേണ്ടി വരും. അങ്ങനെ ഉത്തർപ്രദേശിലും ഒന്ന് പരീക്ഷിച്ചു. ഞങ്ങൾ കൊടുക്കുന്നില്ല. യോഗി എന്ത് ചെയ്യും? മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ പറയാം, കക്ഷി യോഗിയാണ്, സന്യാസിയാണ്, അയാൾക്ക് പൈസയുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ അങ്ങനെയാണോ? കുടുംബമായി ജീവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമുണ്ട്. ഞങ്ങൾ ശമ്പളം മാത്രം പറ്റിയാൽ പോരാ, ഞങ്ങൾക്ക് കിമ്പളവും വേണം. അത് വാങ്ങാൻ ഇവിടെ ആരാ തടസ്സം നിൽക്കുക? ഞങ്ങളൊന്ന് കാണട്ടെ. ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ലേ യോഗിയുടേത്? ഞങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതിന്റെ വിവരം, വരുമാനത്തിന്റെ വിവരം സർക്കാർ അറിയണമെന്ന് പറയുന്നത് തെറ്റായ തീരുമാനമല്ലേ? വീണ്ടും ആവർത്തിക്കുന്നു, അത് ഫാസിസമല്ലേ? ഞങ്ങൾ തയ്യാറല്ല. ഗ്രൂപ്പ് എയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, IAS ഉൾപ്പെടെയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ 2628 പേർ സ്വത്ത് വിവരം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. 7205 പേർ ഗ്രൂപ്പ് ബിയിൽ ക്ലാസ് 1, 2, 3, 4 വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്വത്ത് വിവരം കൊടുക്കാൻ സൗകര്യമില്ലാത്തവരാണ്. 34,925 പേർ, ഏകദേശം 35,000 പേർ ഹെഡ് ക്ലാർക്ക് ഉൾപ്പെടുന്ന വിഭാഗം ഗ്രൂപ്പ് സി. സൗകര്യമില്ല ഞങ്ങൾക്ക് സ്വത്ത് വിവരങ്ങൾ മാനവ സമ്പദാ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. 22,625 പേർ ഗ്രൂപ്പ് ഡിയിലും സ്വത്ത് വിവരം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ആകെ 68,250 പേർ സ്വത്ത് വിവരം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പല പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വന്നു. പക്ഷെ ഇതൊന്നും നമ്മുടെ ഇനി കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞില്ല, അവർ ശ്രദ്ധിച്ചില്ല, അവർ വാർത്ത കൊടുക്കാൻ തയ്യാറായില്ല. അതങ്ങ് UP യിലെ കാര്യമല്ലേ, അത് അവിടുത്തെ ഫാസിസമല്ലേ? പക്ഷെ അവിടെ യോഗി തീരുമാനിച്ചു, ആദ്യം ശമ്പളം അല്ലെങ്കിൽ ഇൻക്രിമെന്റ്. പക്ഷെ ഇപ്പോൾ ആദ്യം ശമ്പളം തന്നെ തടഞ്ഞു ഫെബ്രുവരിയിലെ. ഇനിയോ അടുത്ത പിരിച്ചുവിടലാണ്. ഇപ്പോൾ നെട്ടോട്ടമായി ഉദ്യോഗസ്ഥന്മാർക്ക്, നെട്ടോട്ടവും കുറിയോട്ടവും. അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. അല്ലെങ്കിൽ ഇനി ശമ്പളം കിട്ടില്ല, അടുത്ത പിരിച്ചുവിടൽ നടപടി വരും. ഉദ്യോഗസ്ഥന്മാരിൽ 8,64,250 പേരിൽ നിന്നാണ് ഈ കണക്ക്. യോഗി അവരോട് പറഞ്ഞു, കൃത്യമായി ഓഫീസിൽ വന്ന് ജോലി ചെയ്യണം, സാധാരണക്കാരന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ വീട്ടിലിരിക്കാം, ശമ്പളമില്ല. എന്തായാലും ശമ്പളം തടഞ്ഞ ഉത്തരവ് ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അവർ തങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മറ്റുള്ളവരുടെ പേരിൽ, അച്ഛന്റെ പേരിലോ അമ്മയുടെ പേരിലോ സഹോദരങ്ങളുടെ പേരിലോ ഭാര്യയുടെയോ മക്കളുടെയോ ഒക്കെ പേരിലാക്കുന്ന തിരക്കിലായിരിക്കും. അത് കഴിഞ്ഞാൽ അവരും അപ്ലോഡ് ചെയ്യുമായിരിക്കും. എന്തായാലും നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ 100% അഴിമതി ഇല്ലാതാക്കാനൊന്നും കഴിയില്ല. പക്ഷെ എങ്കിലും ഒരു പരിധിവരെ അത് കുറയ്ക്കാൻ, പിടിച്ചു നിർത്താൻ കഴിയും. സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ, ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നതിന് ഇത് സഹായിക്കും.
ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാറി മാറി വന്ന സർക്കാരുകൾ. മുഖ്യമന്ത്രി ആരും 5 വർഷം തികച്ചതായി അറിവില്ല. അതിന് കാരണം ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുടെ തൻപ്രമാണിത്തമാണ്, ഗുണ്ടകളുടെ തൻപ്രമാണിത്തമാണ്. പക്ഷെ ഗുണ്ടകളെ ഒരു പരിധിവരെ ഉത്തർപ്രദേശിൽ ഒതുക്കി കഴിഞ്ഞു. ആ ഒതുക്കൽ ഉദ്യോഗസ്ഥ തലത്തിലും എത്തും എന്നറിയാമെന്നുള്ള ഉദ്യോഗസ്ഥർ മര്യാദ പഠിച്ചു തുടങ്ങി. ഇനി കേരളത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത് എന്ന് നോക്കൂ. സമരമായി, ധർണയായി, പിക്കറ്റിംഗ് ആയി, സെക്രട്ടേറിയറ്റിനെ വളയ്ക്കലും നൂക്കലും ഒക്കെയായി. സർക്കാരിന് തല കുനിക്കേണ്ടി വരും, സർക്കാരിന് മൂടടക്കം വീഴേണ്ടി വരും. അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷൻ വോട്ട് വേണമെന്നുള്ളത് കൊണ്ട് ഈ ഉത്തരവൊക്കെ വന്നാൽ അടുത്ത ദിവസം പിൻവലിക്കും. കേരളത്തിലും വേണം ഇതുപോലെ ശക്തനായ ഒരു ഭരണാധികാരി. അത് ഇടതുപക്ഷത്ത് നിന്നാവട്ടെ, കോൺഗ്രസിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ UDF നിന്നാകട്ടെ, എവിടെ നിന്നും കേരളത്തിലും വേണം ശക്തനായ ഇതുപോലുള്ള ഒരു ഭരണാധികാരി. സാധാരണ ജനങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശക്തമായി എത്തി നോക്കുന്ന, ഇടപെടുന്ന ശക്തനായ ഒരു ഭരണാധികാരി. അത് ഏത് പാർട്ടിയിൽ നിന്നാകട്ടെ, ഏത് പക്ഷത്തു നിന്നാകട്ടെ, സാധാരണ ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും. അടുത്ത ഇലക്ഷന് ഇതുപോലെ തന്നെ തുടർ ഭരണം കൊടുക്കും, വച്ച് രാജാവായി വാഴിക്കും. കാരണം സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കേണ്ട പദ്ധതികൾ കേരളത്തിലുമുണ്ട്, ആശ്വാസം ലഭിക്കേണ്ട കാര്യങ്ങൾ കേരളത്തിലുമുണ്ട്. അതിനിയും നടപ്പിലാകേണ്ടിയിരിക്കുന്നു. ഇത് പറയുമ്പോൾ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അടച്ചാക്ഷേപിച്ചതല്ല. 25% വരുന്ന ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങാത്തവരാണ്, മാന്യമായി ജോലി ചെയ്യുന്നവരാണ്. സാധാരണ ജനങ്ങൾക്ക് അവർ സേവകരാണ്. അവരെ ജനം ആദരവോടുകൂടി നോക്കുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.